ഈ മലയാളക്കരയുടെ ഒരു ആത്മീയ ഔന്നത്യവും കേരളത്തിൻ്റെ ഒരു വലിയ വരുമാന സ്രോതസ്സുമാണ് ശബരിമല. അവിടെ ഇപ്പോൾ കാര്യങ്ങളാകെ ഈ തീർത്ഥാടന കാലത്ത് മാറി മറിഞ്ഞിരിക്കുകയാണ്. തകിടം മറിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കം സർക്കാർ സംവിധാനത്തിലോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകാത്തതിൻ്റെ വലിയ പാളിച്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. സാധാരണ തീർത്ഥാടന കാലത്തിന് മുൻപേ ഒരു 3 ഒരു അവലോകന യോഗം കൂടാറുണ്ട്, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ. അത് പമ്പയിലോ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ചോ ഒക്കെ ആയിരിക്കും. ഇത്തവണ അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു വലിയ വീഴ്ചയാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു. ദേവസ്വം പുതിയ പ്രസിഡന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് തന്നെ ഭയമാകുന്നു ഇത് കണ്ടിട്ട് എന്ന്. അപ്പോൾ ക്രമീകരണങ്ങളിൽ ഒരു വലിയ പാളിച്ച വന്നു എന്നുള്ളത് നമ്മൾ ഇന്നലത്തെ ആ ക്രൗഡ് കണ്ടാൽ മനസ്സിലാവും. സാക്ഷാൽ അയ്യപ്പൻ കനിഞ്ഞതുകൊണ്ട് മാത്രമാണ്, ഇല്ലെങ്കിൽ 4-5 മരണങ്ങൾ അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പലരും പറയുന്നത്. കൊച്ചു കുട്ടികൾ, സ്ത്രീകളൊക്കെ ഏതാണ്ട് ഈ കരൂര് നമ്മൾ കണ്ടില്ലേ വിജയുടെ റാലിക്ക്, ഏതാണ്ട് അതുപോലെ ചങ്ക് പൊട്ടി, അതായത് ശ്വാസകോശം ഇറുകി പൊട്ടി മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്ന സ്റ്റേജ് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് എങ്ങനെ ഭഗവാൻ ഇവരെ രക്ഷിച്ചു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം 4000 പേര് ഉള്ള സ്ഥലത്ത് 20,000 പേരാണ് തടിച്ചുകൂടിയത്. 4000 പേർക്ക് നിൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് 20,000 പേര്. അപ്പോൾ എത്രയാ? 5 ഇരട്ടി അല്ലേ? ഒരാൾ നിൽക്കേണ്ട സ്ഥലത്ത് 5 പേര് നിൽക്കുകയാണ്. അതെങ്ങനെ നിൽക്കാൻ പറ്റും? ഒരാൾ നിൽക്കേണ്ടടുത്ത് 5 പേര് നിൽക്കുക എന്ന് പറഞ്ഞാൽ, ഒരാൾ നിൽക്കേണ്ടടുത്ത് 2 പേര് നിന്നാലും നമുക്ക് മനസ്സിലാകും ഒരാൾ ഇങ്ങനെ ഒന്ന് മാറിക്കൊടുത്തിട്ടെങ്കിലും നിൽക്കുകയാണെന്ന് നമുക്ക്, എന്നാൽ തന്നെ അത് ഇഷ്ടമാണ്. അപ്പം 5 പേര് നിൽക്കുന്ന അവസ്ഥ. അപ്പം ചിലരെയൊക്കെ തള്ളി അങ്ങ് ബാരിക്കേഡിൻ്റെ ഏതിൻ്റെയൊക്കെ വെളിയിലാക്കി, അല്ലെങ്കിൽ ബാരിക്കേഡിൻ്റെ മോളിൽ കയറി ഒക്കെ, അല്ലെങ്കിൽ ഒരാളുടെ തോളിൽ കയറിയൊക്കെ നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് പറ്റില്ല. കുട്ടികളെയൊക്കെ പലരും തോളിലെടുത്താണ് നിർത്തിയിരുന്നത്. കാരണം അല്ലെങ്കിൽ ചതഞ്ഞഴിഞ്ഞ് പോകുമായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര ക്രൗഡായിരുന്നു. ഇത് അസാധാരണമായൊരു സംഭവമാണ്. ഇത് എനിക്ക് തോന്നുന്നു ശബരിമലയിലെ മോഷണത്തെക്കാൾ വലിയൊരു കുറ്റമാണ്, കൊലപാതക കുറ്റത്തിന് കേസെടുക്കേണ്ട ഒരു വിഷയമാണിതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്ക് ഗൗരവതരമായ മുൻകൂട്ടിയുള്ള സജ്ജീകരണങ്ങളില്ലാത്ത ഒരു വലിയ വിപത്താണ് അയ്യപ്പൻ രക്ഷിച്ചത്. അല്ലെ, ഇത് ആരുമല്ല രക്ഷിച്ചത്, അയ്യപ്പൻ മാത്രമാണ്. ക്രൗഡ് മാനേജ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. ക്രൗഡ് മാനേജ്മെന്റ് അടിസ്ഥാന തിയറി പോലും അറിയില്ല. ഇന്നിപ്പോൾ ഹൈക്കോടതി പറയേണ്ടി വന്നിരിക്കുന്നു, നിങ്ങൾ സെഗ്മെന്റ് തിരിക്കണമെന്ന്. ഈ ലോകത്തെ എവിടെയും ഈ ആൾക്കൂട്ടം വരികയും ആൾക്കൂട്ട ഇടിയിൽ മരണങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പം, ഇപ്പോൾ ബാംഗ്ലൂരായാലും കരൂരായാലും എവിടെ നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തൊക്കെ ഇത്തരത്തിൽ ആൾക്കൂട്ടം വന്നിട്ടുണ്ടോ, അവിടെ പാലിക്കേണ്ട ഒരു ബേസിക് നിയമമായിട്ട് പറയുന്നത് ഈ സെഗ്മെന്റുകൾ തിരിക്കാറില്ല എന്നുള്ളതാണ്. സെഗ്മെന്റ് തിരിച്ചില്ലെങ്കിൽ ആളിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ശബരിമലയിൽ ഈ സെഗ്മെന്റ് തിരിച്ചാലും ഈ തിരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതെ അതെ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. അല്ല, അത് അവിടെ വരാൻ പാടില്ല. നമ്മൾ സന്നിധാനത്തിന് അടുത്ത് കൊണ്ടുവന്ന് സെഗ്മെന്റ് തിരിച്ചിട്ട് കാര്യമില്ല. ഇത് സെഗ്മെന്റ് തിരിക്കേണ്ടത് നമ്മൾ നിലയ്ക്കൽ മുതൽ പല ഘട്ടങ്ങളിലായിട്ട് സെഗ്മെന്റ് തിരിക്കേണ്ടത്. അവിടെ ഇരിക്കാനുള്ള സൗകര്യം, അതെ, കുടിവെള്ളം, അതെ, പിന്നെ ശുചീകരണ സൗകര്യം, ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കണം. പിന്നെ ഈ വിർച്വൽ ക്യൂവിലും പിന്നെ സ്പോട്ട് ഇതിലുമൊക്കെ പറയുന്ന സമയക്രമം കൂടെ വ്യക്തമാക്കണ്ടേ. ആ സമയക്രമം ഇപ്പോൾ ഒരു 2 മണിക്കൂറിനകം ഇത്ര പേര്, ആ വിധത്തിൽ അതിനെ ചിട്ടപ്പെടുത്തുന്നുമില്ല. ഇതെല്ലാം കൂടെ തള്ളി അങ്ങ് പോവുകയാണ്. ഇതൊന്നും നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല. ഇവിടെ ഏത് സമയക്രമം പാലിച്ചിട്ടുണ്ട്? ഇവരുടെ വിർച്വൽ ക്യൂവിൽ ടൈം തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ അത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകേണ്ടത്. ഇത് വലിയൊരു അപകടം ഇന്നലെ ഭഗവാനായിട്ട് രക്ഷിച്ചു എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമമുണ്ടല്ലോ, അതിനകത്ത് ഒരു 3 സെഷനായിട്ട് തിരികെയായിരുന്നു അയ്യപ്പ സംഗമത്തിൽ. ഒരു ദിവസത്തെ സംഗമമായിരുന്നു. അറിയാൻ പറ്റില്ല. അതിൽ ഒരു സെഷൻ ക്രൗഡ് മാനേജ്മെന്റ് ആയിരുന്നു. ഈ ക്രൗഡ് മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ ചർച്ചയിൽ നയിച്ചത് മുൻ DGP ജേക്കബ് പുന്നൂസ് ആയിരുന്നു. ശ്രീജിത്തും ഉണ്ടായിരുന്നു. അവിടെ ആ വേദിയിൽ ആരും ഇല്ലായിരുന്നു. അവിടെ അരമണിക്കൂർ കൊണ്ട് ആ സെഷൻ അവസാനിച്ചു. പിന്നെ എന്ത് കാര്യം? അതാണ് ഈ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഇത് പഠിക്കാനായിട്ട് സകല ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരെയും, അതായത് സന്നിധാനവുമായി ബന്ധപ്പെടുന്ന, പമ്പയുമായി ബന്ധപ്പെടുന്ന, നിലയ്ക്കലുമായി ബന്ധപ്പെടുന്ന ഈ വർഷത്തേക്ക് ഡ്യൂട്ടി വരുന്ന മുഴുവൻ പേരെയും മിനിമം ആ ക്ലാസ്സിലെങ്കിലും പങ്കെടുപ്പിക്കണ്ടേ? എങ്കിലല്ലേ അത് പ്രയോജനമുള്ളൂ. ജേക്കബ് പുന്നൂസ് സാറിനൊക്കെ ഇത് വളരെ വ്യക്തമായി അറിയാവുന്നതാണ്. അദ്ദേഹത്തിനൊക്കെ കാരണം അവർ IPS ഇത് പഠിക്കുന്നതാണ് ഈ ക്രൗഡ് മാനേജ്മെന്റ്.
ക്രൗഡ് മാനേജ്മെന്റ് ബേസിക് ഇതാണ്, ഹൈക്കോടതി പറഞ്ഞതാണ്, സെഗ്മെന്റ് തിരിക്കുക ആദ്യം തന്നെ. മുഴുവൻ ഒരിടത്തേക്ക് ഇങ്ങനെ വരരുത്. ഈ 4000 പേർക്ക് നിൽക്കാനുള്ളിടത്ത് 20,000 പേര് വരരുത്. അതിനു മുമ്പേ അതിനെ 5 ആയിട്ട് വിഭജിക്കണം. ഈ ക്രൗഡിനെ 5 സ്ഥലത്തായിട്ട് ഈ 4000 വിഭജിച്ച് 4000 വീതം കയറ്റി വിടാവൂ. അതും ഒരു ക്യൂ സിസ്റ്റത്തിലേക്ക് കയറ്റി വിടാവൂ. ഇതൊക്കെയാണ് ക്രൗഡ് മാനേജ്മെന്റ് പറയുന്നത്. ഈ ക്രൗഡ് മാനേജ്മെന്റിൽ പിന്നെ എന്തോന്നാ ഇതിനകത്ത് അത് ഇരച്ചങ്ങ് വിടുകയാണ്. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ കല്യാണത്തിന് പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അവിടെ ഈ എന്താ വളരെ കുറച്ച് പേരേ ഉള്ളൂ. കൂടിപ്പോയാൽ 500 പേർ കയറുന്ന ഒരു ഹാള്, അല്ലെങ്കിൽ 1000 പേർ കയറുന്ന ഒരു ഹാള്. അവിടെ അത്രയും പേരേ ഉള്ളു. ശരിക്കും അവർക്ക് സീറ്റ് കിട്ടും. പക്ഷെ എങ്കിൽ പോലും ആദ്യം വരുന്നവൻ ഒരു തള്ള്. ഇത് ക്രൗഡിന്റെ ഒരു രീതിയാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? അവിടെയും സെഗ്മെന്റ് തിരിക്കുകയാണ് വേണ്ടത്. എനിക്ക് ഈ കല്യാണ പാർട്ടിക്കാരോടെല്ലാം ഈ ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്യാറുണ്ട് കല്യാണത്തിന്. പക്ഷെ അവർ പോലും ഈ കല്യാണം നടക്കുന്ന സദ്യ നടക്കുന്ന സ്ഥലത്ത് ഒരു സെഗ്മെന്റ് തിരിക്കാറില്ല. ആ വാതിലിന് ചുറ്റും ഒരു 100 പേരുടെ ആൾക്കൂട്ടം കൂടിപ്പോയാൽ, അല്ലെങ്കിൽ 50 പേര്, ആ 50 പേര് ഇടിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ത്രീകൾ താഴെ വീണിട്ട് ചവിട്ടിക്കൊണ്ട് ആള് പോകുന്നു. അകത്ത് 500 പേർക്ക് ഇരിക്കാം. ഏതാണ്ട് ഇരിക്കുന്നവർക്ക് മുഴുവൻ അവിടെ സീറ്റും കിട്ടും. പക്ഷെ എങ്കിലും ഒരു തള്ള്. ഇത് ഈ ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലൊരു വലിയ പതിവാണ്. മറ്റിടത്ത് അത്രയും ഇല്ല. മൂട്ടൻ തള്ളാണ് ഇത്. ഈ ശബരിമലയിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ പറ്റിയത്, ഈ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട സമയത്ത് ഇവരുടെ ബോർഡിന്റെയും സർക്കാരിന്റെയും ശ്രദ്ധ മുഴുവൻ പോയത് സ്വർണ്ണപ്പാളി കേസില്ല. സ്വർണ്ണപ്പാളിയിലല്ല, അഴിയെണ്ണു എന്നുള്ളതിലും മനസ്സിലായില്ലേ? ഞാൻ അഴിയെണ്ണു എന്ന് ചിന്തിച്ചാണ് ഓരോരുത്തരും നടന്നിരുന്നത്. അതാണ് ഈ ഇപ്പോഴത്തെ പാളിച്ചയുടെ പ്രധാന കാരണം. പ്രശാന്ത് വിറങ്ങലിച്ച ഇറങ്ങിയത് തന്നെ. പിന്നെ പ്രശാന്ത് ഇനി എന്താണ് പുറകെ വരുന്നത് എന്നുള്ളതാണ്. മറ്റേ കസേരയെങ്കിലും ഉണ്ട്. ഇനി കസേരയില്ലാത്തതുകൊണ്ട് അതിന്റെ സംരക്ഷണം പോലും ഇല്ല. അപ്പം നേരെ ഏത് ജയിലിലേക്കാണ്? അട്ടക്കുളങ്ങരയ്ക്കാണോ അതല്ലെങ്കിൽ കൊട്ടാരക്കരയിലെ ജയിലിലേക്കാണോ, എവിടെയാ പോകേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പം അവർക്കൊന്നും ഈ കഴിഞ്ഞ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയെന്ന് പ്രശാന്ത് പ്രസ്താവന നടത്തി പറഞ്ഞു. 100% പെർഫെക്റ്റ് ആയിട്ട് എല്ലാം പൂർത്തിയാക്കുന്നത്. എവിടെ പെർഫെക്റ്റ് ആക്കാനാണ്? അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അല്ല, അവർ പറയുന്നത് രാഷ്ട്രപതി വന്നപ്പോൾ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് പറയുന്നത്. അത് രാഷ്ട്രപതിയുടെ വരവിനുള്ള ഒരുക്കങ്ങൾ മാത്രമാണ്. അത്രേ ഉള്ളൂ. അവിടെ മരം മുറിക്കുക, ഈ രാഷ്ട്രപതി വരുന്ന ഭാഗത്തെ അപകടകരമായ മരം മുറിച്ചിട്ടുണ്ട്. അവിടുത്തെ റോഡുകളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് മിനുക്കിയിട്ടുണ്ട്. ഇത് പിന്നെ വരുന്ന സ്ഥലങ്ങളിലെ ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട്. ഇതൊക്കെയല്ലേ പ്രധാനമന്ത്രി വരുമ്പോഴും പ്രസിഡന്റ് വരുമ്പോഴും ഉള്ള ഒരുക്കങ്ങൾ. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ വേണു ശബരിമലയ്ക്ക് പോയിട്ടുണ്ടല്ലോ, ഈ തിരുമുറ്റത്ത് ഈ ദർശനം നടത്തി കഴിഞ്ഞാലും പിന്നെയും തിരുമുറ്റത്തൊരു വലിയ ക്രൗഡ് ഉണ്ടാകും. അത് മാറ്റി നിർത്തണം. ദർശനം കഴിഞ്ഞവർ അവിടെ നിന്ന് മാളികപ്പുറം വഴി അവിടെയും പോയി ദർശനം നടത്തി ഇറങ്ങി അപ്പോ അരവണയും വാങ്ങിച്ച് ഈ ബെയിലി പാലം വഴി തിരിച്ചു ചന്ദ്രാനന്ദ റോഡിൽ കയറാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ ഈ ബെയിലി പാലം ആരും ഉപയോഗിക്കുന്നില്ല. AK ആന്റണി കേന്ദ്ര പ്രതിരോധ മന്ത്രി ആയിരുന്ന സമയത്താണ് ഇവരെ കൊണ്ട് മിലിറ്ററിക്കാരെ കൊണ്ട് നിർമ്മിച്ചത്. പക്ഷെ കാരണം ബെയിലി പാലത്തില് കയറി പോവുകയും ഇറങ്ങുകയും ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ആരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ തിരക്കം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതുവഴി എല്ലാവരും കൂടി ഉന്തിത്തള്ളി ഈ ബാരിക്കേഡും മറികടക്കുകയാണ് ചെയ്തത്. അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാനം പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഓരോ സ്ഥലത്തും നിശ്ചയിച്ചിട്ടുള്ളവരായിട്ട് ഡയറക്റ്റ് ഒരു ഓൺലൈൻ ഓഫീസ് തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. കൺട്രോൾ റൂം എന്ന് പറയുന്നത് ശരിക്കും ഓൺലൈൻ, അതായത് ഓരോ സ്പോട്ടിലെയും ക്രൗഡിനെ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് ഓൺലൈനായിട്ട് ഇന്നടത്ത് അറിയിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ അടക്കം അവിടെ വേണ്ടതാണ്. ഇത് ക്രൗഡ് മാനേജ്മെന്റിന്റെ ഒരു തിയറിയും അവിടെ അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. ശബരിമലയിലെ ആകെ ഉള്ളതെന്ന് പറയുന്നത് 55-60 ഏക്കർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതെ. ഇനി അങ്ങോട്ടൊന്നും ഒരു സൂചി കുത്താൻ പോലും സ്ഥലം വനം വകുപ്പ് കൊടുക്കത്തില്ല. ഇതിനകത്ത് നിന്നുകൊണ്ട് വേണം കാര്യങ്ങൾ. ഇത് വനം വകുപ്പ് കൊടുക്കാത്തതല്ല, വനം വകുപ്പൊക്കെ കൊടുക്കും. പക്ഷെ ഇത് പ്രോപ്പറായിട്ടുള്ള ഇതിനൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലെന്നേ. ഇത് ഓരോ തവണയും അവിടുത്തെ അരവണയിലും ഉണ്ണിയപ്പത്തിലും വരെ എത്ര കക്കാവെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നവനല്ലേ ഉദ്യോഗസ്ഥര്. പിന്നെ വലിയവരൊക്കെ ആണെങ്കിൽ സ്വർണ്ണപ്പാളിയിലോ അല്ലെങ്കിൽ അവിടെ വരുന്ന ഭക്തരിടുന്ന കാണിക്കയിൽ മോതിരമുണ്ടോ മാലയുണ്ടോ അതടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന കാലത്താണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് ഭക്തർ തന്നെ അവിടെ നിൽക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ജയകുമാർ എന്ന് പറഞ്ഞൊരു ഭക്തൻ വന്നപ്പോൾ മിനിമം ഒന്നുമില്ലെങ്കിൽ തനിക്ക് ഇത് എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്നൊരു തോന്നലെങ്കിലും വന്നില്ലേ? ആ ഒരു ഭക്തിയുടെ നിറവിൽ വരുന്ന ഭക്തനെ കാണാനുള്ള ഒരു മനസ്സ് വന്നില്ലേ? അതാണ് ഏറ്റവും പ്രധാനം. ഞാനൊരു ഭക്തനാണെങ്കിൽ മാത്രമേ എനിക്ക് വരുന്നയാളുടെ ഭക്തിയും അവളുടെ മാനസിക വികാരവും മനസ്സിലാവുള്ളൂ. ഭക്തനല്ലാത്ത ഒരാളിനെ എങ്ങനെ ഈ ഭക്തിയുടെ വികാരം മനസ്സിലാകുന്നത്?
അവിടെ ഈ മറ്റൊരു കാര്യമുണ്ട്. ഈ അയ്യപ്പ സേവാ സംഘത്തെ, അയ്യപ്പ സേവാ സമാജത്തെ ഇവർ മാറ്റി നിർത്തി എന്നുള്ളതാണ്. അയ്യോ, അയ്യപ്പ സേവാ സമാജത്തിനെയും സംഘത്തിനെയും മാത്രമല്ല, അവിടെ നിർദോഷമായിട്ട് വന്ന് ഭക്തജനങ്ങൾക്ക് അന്നദാനം നടത്തിയിരുന്ന ആന്ധ്രയിൽ നിന്നൊക്കെയുള്ള ഭക്തർ എത്രയോ പേര്, സാധാരണക്കാരായ നിരവധി പേരെ മുഴുവൻ RSSകാരെന്നുള്ള മുദ്ര കുത്തി ഈ സമാജങ്ങളെയും സംഘങ്ങളെയും മുഴുവൻ ഒഴിവാക്കി കളഞ്ഞു. എല്ലാവരും RSSകാരെന്നങ്ങ് മുദ്ര കുത്തി. അത് എന്നിട്ട് അവിടെ, അതായത് മറ്റാരും അവിടെ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്ന ഈ പിന്നെ സ്വർണ്ണപ്പാളി മോഷണത്തിന് പിന്നെ മറ്റാരും കാണരുതെന്ന് ഉദ്ദേശിച്ചായിരിക്കും. വേറെ ആരും അവിടെ തങ്ങരുത്, ഉദ്യോഗസ്ഥർ മാത്രമേ പാടുള്ളൂ, അതായത് ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ മാത്രമേ പാടുള്ളൂ എന്ന ഒരു ശൈലിയിലേക്ക് അത് പോയി. അതിൻ്റെ കാരണം മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഇവിടെ നടക്കുന്ന ക്രമക്കേടുകളൊക്കെ അവർ കണ്ട് അല്ലെങ്കിൽ അവർ കേട്ട് മനസ്സിലാക്കൂലേ. അവിടെ അന്നദാനത്തിന് വരുന്നവരാണെങ്കിൽ പോലും അവിടെ 10 ദിവസം അവിടെ നിന്ന് അന്നദാനത്തിന് നിൽക്കുമ്പോൾ പലരുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവിടുത്തെ ഉള്ളുകളികൾ എന്താണെന്ന്. കേൾവി വഴിയെങ്കിലും അറിയും. അപ്പോൾ ഇത് നാട് മുഴുവൻ അറിയും. അപ്പം മോഷണത്തിനും കൊള്ളയ്ക്കും അയ്യപ്പൻ്റെ സന്നിധാനം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടെയാണ് ഈ ഭക്തരെ അവിടുന്ന് ഭക്തർക്ക് സേവനം ചെയ്യുന്നതെന്ന് ഒഴിവ്. കുടിവെള്ളം കൊടുക്കാൻ പോലും സമ്മതിക്കില്ല, ഒരു ചായയും പിന്നെ ബിസ്ക്കറ്റും കൊടുക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ ചായയും എന്തെങ്കിലും ഒരു പലഹാരം കൊടുക്കാൻ സമ്മതിക്കില്ല. നല്ല മൃഷ്ടാന്ന ഭോജനം അവിടെ പിന്നെ നിരവധി ഭക്തന്മാർ ഈ അയ്യപ്പന് കൊടുക്കുന്നതിന് തുല്യമാണ് അയ്യന് കൊടുക്കുന്നതെന്നല്ലേ, പിന്നെ അയ്യപ്പ ഭക്തന് കൊടുക്കുന്നതെന്നല്ലേ. എന്നിട്ടിത് കാണാതെ, ആ ഒരു വികാരം മനസ്സിലാക്കാതെ അവരെ എല്ലാം ആട്ടി ഓടിച്ചു കുറച്ച് നാളായിട്ട്, ഒരു 10 വർഷമായിട്ട്. അപ്പം ഇപ്പം അവിടെ യഥാർത്ഥ ഭക്തനെ സേവിക്കാൻ ആരുമില്ല. എല്ലാവരും ചട്ടപ്പടി, ആസ് പെർ റൂൾ വരുമ്പോഴാണ് ഈ പ്രശ്നം. ആസ് പെർ റൂൾ ആകുമ്പോൾ അവിടെ വെള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഉണ്ട് സാർ. ഇല്ല എന്ന് പറയുമ്പോഴാണ് പിന്നെ ഓടുന്നത്. മാലിന്യം അവിടെ ശുചിമുറി ക്ലീനാക്കാൻ ആളുണ്ടോ സാർ? ഉണ്ട്. മീറ്റിങ്ങിൽ എല്ലാവരും പറയും. പക്ഷേ ഇത് ചട്ടപ്പടി ആയാൽ പറ്റില്ല. ഇത് അത്രയ്ക്ക് വലിയ ക്രൗഡാണ് വരുന്നത്. 100,000-ലധികം പേര് ഇന്നലെ സന്നിധാനത്ത് കയറിയിരിക്കുകയല്ലേ. 1.5 ലക്ഷത്തിന് അടുപ്പിച്ച് വരെ ഉണ്ടെന്നാണ് പറയുന്നത്. 1.5 ലക്ഷത്തിന് മുകളിലുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് താങ്ങാൻ പറ്റുന്നത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അയ്യപ്പൻ രക്ഷിച്ചു, ഇല്ലെങ്കിൽ എത്രയോ അയ്യപ്പ ഭക്തന്മാർ, സ്ത്രീകൾ, കുട്ടികൾ അവിടെ മരണമടയുമായിരുന്നു എന്നുള്ളതാണ് സത്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.